വെൽക്കം ടു PSC ബേസിക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2801 മുതൽ 3000 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടിട്ട് ഞെട്ടണ്ട. ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ 2000 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു വന്നത്. അങ്ങനെ നമ്മൾ 3000 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതുവരെ ആകുമ്പോൾ കംപ്ലീറ്റ് ആവും. ഇതിനു മുന്നേ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടി കാണുക. അപ്പോൾ നമ്മൾ 2000 മുതൽ 3000 വരെയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് PSC ബേസിക്സ് എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. 2801 ക്വസ്റ്റ്യൻ. 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയാണ്. എത്രയാണ് പുരസ്കാര തുക? 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയ, 5 ലക്ഷം രൂപ. 2019 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആനന്ദാണ്. 2018 ആണെങ്കിൽ M മുകുന്ദനാണ്. അപ്പൊ 2018 M മുകുന്ദന് കിട്ടി, 2019 ആനന്ദിന് കിട്ടി, 2020 പോൾ സക്കറിയക്ക് കിട്ടി. ഓക്കെ, 2019 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരനാണ്. അപ്പൊ നമ്മൾ 2018 17 അറിഞ്ഞിരിക്കണം. 2017 കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയത്. 2018 കിട്ടിയത് ശീലയ്ക്കാണ്. 2019 കിട്ടിയത് ഹരിഹരനാണ്. 2017 ശ്രീകുമാരൻ തമ്പിക്ക്, 2018 ശീലയ്ക്ക്, 2019 ഹരിഹരനാണ്. 2020 പ്രഖ്യാപിച്ച 50ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡില് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, വികൃതി എന്ന സിനിമകളിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള അവാർഡ് നേടിയത് സുരാജ് വെഞ്ഞാറമൂടാണ്. 50ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡിന് കനി കുസൃതിക്കാണ് ലഭിച്ചത്. ഇത് ബിരിയാണി എന്ന ചിത്രത്തിനാണ്. 50ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വാസന്തിയാണ്. ഈ വാസന്തിയുടെ സംവിധായകനെ ഓർമ്മിക്കുക, ഷിനോസ് റഹ്മാനും സജാസ് റഹ്മാനുമാണ്. ഇതിന്റെ നിർമ്മാതാവ് സിജു വിൽസൺ ആണ്. അപ്പൊ വാസന്തിയാണ് മികച്ച സിനിമ 50ാം സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ. ഷിനോസ് റഹ്മാനും സജാസ് റഹ്മാനുമാണ് ഇതിന്റെ സംവിധായകർ. നിർമ്മാതാവ് സിജു വിൽസൺ ആണ്. 50ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ജല്ലിക്കെട്ട് എന്ന സിനിമയിലൂടെ മികച്ച സംവിധായകനുള്ള അംഗീകാരം നേടിയത് ലിജോ ജോസ് പെല്ലശ്ശേരിയാണ്. ലിജോ ജോസ് പെല്ലശ്ശേരി. 50ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ കലാമൂല്യമുള്ള ചിത്രം, മികച്ച ജനപ്രിയ ചിത്രം എന്നീ അംഗീകാരങ്ങൾ നേടിയത് കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. കുമ്പളങ്ങി നൈറ്റ്സ്. 50ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫഹദ് ഫാസിലാണ്. മികച്ച സ്വഭാവ നടിയായിട്ട് സെലക്ട് ചെയ്തത് സ്വാസിക വിജയനാണ്. ഓക്കെ, അപ്പൊ ഫഹദ് ഫാസിൽ മികച്ച സ്വഭാവ നടനും മികച്ച സ്വഭാവ നടി സ്വാസിക വിജയുമാണ്. 2020 അന്തരിച്ച മാർത്തോമ സഭ അധ്യക്ഷനാണ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത. IPL ക്രിക്കറ്റിൽ 200 ടൂർണമെന്റുകൾ പൂർത്തിയാക്കിയ ആദ്യ കളിക്കാരനാണ് IS ധോണി. IPL ക്രിക്കറ്റില് 200 ടൂർണമെന്റുകൾ പൂർത്തിയാക്കിയ ആദ്യ കളിക്കാരനാണ് MS ധോണി. ഇംഗ്ലീഷ് ഭാഷയിലുള്ള രചനയ്ക്ക് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളിയാണ് ശശി തരൂർ. ശശി തരൂരിന് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് ആൻ എറ ഓഫ് ഡാർക്ക്നെസ്, ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. ആൻ എറ ഓഫ് ഡാർക്ക്നെസ്, ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ ആരാണ് രചിച്ചത്? ശശി തരൂറാണ്. വിവർത്തനത്തിലുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളിയാണ് CG രാജഗോപാൽ. അപ്പോൾ വിവർത്തനത്തിലുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആരാണ്? CG രാജഗോപാലാണ്. CG രാജഗോപാൽ. ഏത് കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് CG രാജഗോപാലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? രാമചരിതമാനസം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോഴാണ്. രാമചരിതമാനസത്തിനാണ് CG രാജഗോപാലിന് വിവർത്തനത്തിലുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള ചെറുകഥാകൃത്താണ് അനുജ അകത്തൂട്ട്. ഓക്കെ, അപ്പൊ 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള ചെറുകഥാകൃത്താരാണ്? അനുജ അകത്തൂട്ടാണ്
അമ്മ ഉറങ്ങുന്നില്ല എന്ന ചെറുകഥയ്ക്കാണ് കിട്ടിയത്. അനുജ അകത്തൂട്ടിന്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് മലയത്ത് അപ്പുണ്ണിയാണ്. മലയത്ത് അപ്പുണ്ണി. അപ്പോൾ അമ്മ ഉറങ്ങുന്നില്ല എന്ന ചെറുകഥ രചിച്ചത് അനുജ അകത്തൂട്ടാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള ചെറുകഥാകൃത്താണ്. ലെറ്റേഴ്സ് ടു മദർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ലെറ്റേഴ്സ് ടു മദർ. അപ്പൊ എക്സാം വാരിയേഴ്സ് ലെറ്റേഴ്സ് ടു മദർ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് നരേന്ദ്രമോദിയാണ്. 2020 ഡിസംബറിൽ ഗർഭചിത്രത്തിന് അനുമതി നൽകിയ ആദ്യത്തെ പ്രധാന ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന. ഓക്കെ, അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? 2020 ഡിസംബറിൽ ഗർഭചിത്രത്തിന് അനുമതി നൽകിയത് അർജന്റീനയാണ്. ക്യൂബ 1965-ലും ഗയാന 1995-ലും ഉറുഗ്വേ 2012-ലും ഫ്രാൻസിന്റെ കീഴിലുള്ള ഫ്രഞ്ച് ഗയാന 1975-ലും ഗർഭചിത്രം നിയമവിധേയമാക്കിയിരുന്നു. അപ്പൊ നിലവില് ആദ്യം ഇപ്പോൾ ആരാണ്? കറന്റ്ലി ആരാണ്? അർജന്റീനയാണ്. അടുത്ത ചോദ്യം, 2020 അന്താരാഷ്ട്ര ബാലിക ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലാൻഡിൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലികയാണ് അവ മുർട്ടോ. 2020 അന്താരാഷ്ട്ര ബാലിക ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലൻഡിൽ പ്രധാനമന്ത്രി അലങ്കരിച്ച ബാലികയാണ് അവ മുർട്ടോ. ടൈം മാഗസിന്റെ കിഡ് ഓഫ് ഇയർ ബഹുമതിക്ക് അർഹയായ ആദ്യ ഇന്ത്യൻ വംശജയാണ് ഗീതാഞ്ജലി റാവു. ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദ ഇയർ ബഹുമതിക്ക് അർഹയായ ആദ്യ ഇന്ത്യൻ വംശജയാണ് ഗീതാഞ്ജലി റാവു. 2021 ജനുവരിയിൽ പാർക്കിൻസൺ രോഗത്തെ തുടർന്ന് അന്തരിച്ച പ്രശസ്ത ഇൻഡോ അമേരിക്കൻ സാഹിത്യകാരനാണ് വേദ് മേത്ത. വേദ് മേത്ത 2021 ജനുവരിയിൽ പാർക്കിൻസൺ രോഗത്തെ തുടർന്ന് അന്തരിച്ച പ്രശസ്ത ഇൻഡോ അമേരിക്കൻ സാഹിത്യകാരനാണ് വേദ് മേത്ത. അടുത്ത ചോദ്യം, വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വിശപ്പിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 94 വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 94. പ്രധാനമന്ത്രി പത്രിക ഗേറ്റ് ഉദ്ഘാടനം ചെയ്തത് ഏത് നഗരത്തിലാണ്? പ്രധാനമന്ത്രി പത്രിക ഗേറ്റ് ഉദ്ഘാടനം ചെയ്തത് ജയ്പൂരിലാണ്. ജയ്പൂരിൽ. 2020 അന്തരിച്ച ജ്ഞാനപീഠ ജേതാവാണ് അക്കിത്തം. അക്കിത്തത്തിന്റെ കൃതികളൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ജ്ഞാനപീഠത്തിന് അർഹനായ എത്രാമത്തെ മലയാള സാഹിത്യകാരനാണ് അക്കിത്തം? 6ാമത്തെയാണ്. 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. 2020 രവീന്ദ്രനാഥ് ടാഗോർ അവാർഡിന് അർഹരായ രാജ് കമൽ ജായുടെ പുസ്തകം ഏത്? ഇപ്പൊ 2020 രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് ലഭിച്ചത് രാജ് കമൽ ജായ്ക്കാണ്. ദ സിറ്റി ആൻഡ് ദ സീ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ദ സിറ്റി ആൻഡ് ദ സീ. ദ സിറ്റി ആൻഡ് ദ സീ. പുരുഷ വിഭാഗത്തിൽ 2021 ലോറസ് അവാർഡ് നേടിയത് റാഫേൽ നദാലാണ്. വനിതാ വിഭാഗത്തിൽ ലോറസ് അവാർഡ് 2021 ലഭിച്ചത് നവോമി ഒസാക്കയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ 2020 ലോറസ് അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക? ലൂയിസ് ഹാമിൽട്ടണും ലയണൽ മെസ്സിക്കുമാണ്. വനിതാ വിഭാഗത്തിൽ 2020 ലോറസ് അവാർഡ് നേടിയത് സിമോൺ ബൈൽസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിച്ച് കാണും. സിമോൺ ബൈൽസിലെ ജിംനാസ്റ്റിക് താരമാണ്. എന്താണ്? മാനസിക അസ്വസ്ഥ ഉള്ളതുകൊണ്ട് നമ്മുടെ ഒളിമ്പിക്സിൽ പങ്കെടുത്തില്ല. അപ്പോൾ വനിതാ വിഭാഗത്തിൽ 2020 ലോറസ് അവാർഡ് നേടിയത് സിമോൺ ബൈൽസിനാണ്. അപ്പോൾ ഓർമ്മിക്കുക, പുരുഷ വിഭാഗത്തിൽ 2021 ലോറസ് അവാർഡ് നേടിയത് റാഫേൽ നദാലിനും 2021 ലോറസ് അവാർഡ് നേടിയ വനിതാ വിഭാഗ ജേതാവ് നവോമി ഒസാക്കയാണ്. പുരുഷ വിഭാഗത്തിൽ 2020 ലോറസ് അവാർഡ് നേടിയത് ലൂയിസ് ഹാമിൽട്ടണും ലയണൽ മെസ്സിയും ആണ്. ദെൻ ലോറസ് അവാർഡ് നേടിയ 2020 വനിത അമേരിക്കൻ ജിംനാസ്റ്റിക്സ് ആയ സിമോൺ ബെൽസ് ആണ്. ലൂയി ഹാമിൽട്ടൺ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? കാർ റേസിംഗുമായി ബന്ധപ്പെട്ടതാണ്. പുരുഷ വിഭാഗത്തിൽ 2019 ലോറസ് അവാർഡ് നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. ജസ്റ്റ് ഓർമ്മിച്ചിരിക്കുക. ഈ വനിതാ വിഭാഗത്തിൽ 2019 ലോറസ് അവാർഡ് നേടിയതും ആരാണ്? സിമോൺ ബെൽസ് തന്നെയാണ്. അപ്പൊ നിലവിൽ ആരാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്? നവോമി ഒസാക്കയാണ്. അടുത്തത് 2021 ജൂലൈയിൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന വിശേഷണം സ്വന്തമാക്കിയത് അഭിമന്യു മിശ്രയാണ്. ഓക്കെ, അഭിമന്യു മിശ്രയാണ്. ഈ ഒരു കുട്ടി താമസിക്കുന്നത്
എവിടെയാണ്? 12 വർഷവും 4 മാസവും 25 ദിവസവും മാത്രമാണ് അഭിമന്യു മിശ്രയുടെ വയസ്സ്. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലാണ് താമസിക്കുന്നത്. ഓക്കെ, അഭിമന്യു മിശ്ര 12 വർഷം 4 മാസം 25 ദിവസമാണ് പ്രായം. 2021 ജൂലൈയിൽ ലോക ഷൂട്ടിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയത് റാഹി സർണോബാത്ത് ആണ്. ലോക ഷൂട്ടിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയത് റാഹി സർണോബാത്ത്. 2020 ആദ്യത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയായത് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി ആണ്. ഭുവനേശ്വറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2020 ആദ്യത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്, ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്, ഇവിടെ പറയുന്നത് സ്കൂൾ അല്ല യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ്. ഇതിന് വേദിയായത് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി ഭുവനേശ്വറില്. ആദ്യത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ജേതാക്കളായത് പഞ്ചാബ് സർവകലാശാലയാണ്. ഇങ്ങനെ നടത്തിയ ആദ്യത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ആരാണ് ജേതാക്കളായത്? പഞ്ചാബ് സർവകലാശാലയാണ്. 2018 ആദ്യത്തെ ഖേലോ യൂത്ത് ഗെയിംസിൽ ജേതാക്കളായത് ഹരിയാനയാണ്. ഹരിയാന വേദിയിൽ എവിടെയാണ്? ഡൽഹിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഖേലോ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ജേതാക്കളായത് പഞ്ചാബാണ്. എന്നാൽ ഖേലോ യൂത്ത് ഗെയിംസിൽ ജേതാക്കളായത് ഹരിയാനയാണ്. വേദി ഡൽഹി ആയിരുന്നു. അടുത്തത് 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്രയാണ്. വേദി ആയതും മഹാരാഷ്ട്രയാണ്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കളായതും മഹാരാഷ്ട്രയാണ്. വേദി ഗുവാഹത്തിയാണ്. അപ്പോൾ ഖേലോ യൂത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തത് 2018 ഇതിന്റെ വേദി ഡൽഹിയാണ്. ഇതിന്റെ വിജയി ഹരിയാനയാണ്. 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് മഹാരാഷ്ട്രയിലാണ്. വിജയി ആയതും മഹാരാഷ്ട്രയാണ്. അടുത്തത് ഗുവാഹത്തിയിലാണ് 2020 നടന്നത്. അതേതാണ്? അത് മഹാരാഷ്ട്രയാണ് വിജയമായത്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് 2021 2021 ഇതുവരെ നടന്നിട്ടില്ല. ഓക്കെ, അത് ഹരിയാനയിലെ പഞ്ച്കുലയാണ്. പഞ്ച്കുല ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഹരിയാനയിലെ പഞ്ച്കുലയിലാണ്. പഞ്ച്കുല. ഓക്കെ, 2021 രണ്ടാമത്തെ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദി ജെയിൻ സർവകലാശാല കർണാടകയാണ്. അപ്പോൾ ആദ്യത്തേത് എവിടെയായിരുന്നു? അത് നമ്മുടെ ഭുവനേശ്വറിലെ ആയിരുന്നു. കലിംഗ യൂണിവേഴ്സിറ്റി ആണ് പറഞ്ഞത്. ജെയിൻ സർവകലാശാല കർണാടകയാണ് രണ്ടാമത്തെ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാവുന്നത്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് 2020 ഓഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന വൈൽഡ് പോളിയോ വൈറസ് വിമുക്തമായി പ്രഖ്യാപിച്ച വൻകരയാണ് ആഫ്രിക്ക. 2020 ഓഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന വൈൽഡ് പോളിയോ വൈറസ് വിമുക്തമായി പ്രഖ്യാപിച്ച വൻകര ആഫ്രിക്ക. തുടർച്ചയായി 5-ാം വർഷവും ദേശീയ ഊർജ സംരക്ഷണ പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാനം. 5 വർഷമായിട്ടാണ്, തുടർച്ചയായിട്ട് 5 വർഷമായിട്ട് 2021 ദേശീയ ഊർജ സംരക്ഷണ പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന പുസ്തകം എഴുതിയതാര്? ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന പുസ്തകം എഴുതിയത് മമതാ ബാനർജിയാണ്. 2021 ജനുവരിയിൽ ഏത് രാജ്യത്തിന്റെ വിമാനമാണ് കടലിൽ തകർന്നു വീണ് 62 പേരുടെ മരണത്തിനിടയാക്കിയത്? ഇന്തോനേഷ്യയിലെയാണ്. ശ്രീവിജയ എയർലൈൻസിൻ്റെതാണ് വിമാനം. ശ്രീവിജയ എയർലൈൻസിന്റെ വിമാനമാണ്. ഇന്തോനേഷ്യയുടെ വിമാനമാണ് എന്ത് ചെയ്തത്? കടലിൽ തകർന്നു വീണ് 62 പേര് മരിക്കാൻ ഇടയാക്കിയത്. തമിഴ്നാട്ടിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ എക്കോണമി ജില്ലയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് വിരുദുനഗർ. അതായത് സമ്പൂർണ്ണ ഡിജിറ്റൽ എക്കണോമി ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് നല്ല വിരുദ് വേണം. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ തമിഴ്നാട് ജില്ലയിലെ വിരുദുനഗറാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ എക്കണോമി ജില്ലയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് വിരുദുനഗർ, തമിഴ്നാട്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന വിശേഷണം സ്വന്തമാക്കിയത് CP റിസ്വാൻ ആണ്. തലശ്ശേരി സ്വദേശിയാണ് CP റിസ്വാൻ. ഏത് രാജ്യത്തിനെതിരായ മത്സരത്തിലാണ് CP റിസ്വാൻ സെഞ്ചുറി നേടിയത്? അയർലാൻഡിനെതിരെയുള്ളതാണ്. ഓക്കെ, ഏത് രാജ്യത്തിനെതിരാണ്? അയർലാൻഡിനെതിരെയാണ്. 2020 US ഓപ്പൺ വനിതാ സിംഗിൾസ് വിഭാഗം ജേതാവ് ആരാണ്? US ഓപ്പൺ വനിതാ സിംഗിൾസ് വിഭാഗം ജേതാവ് നവോമി ഒസാക്കയാണ്. നവോമി ഒസാക്ക. 2020 US ഓപ്പൺ പുരുഷ സിംഗിൾസ് വിഭാഗം ജേതാവ് ഡൊമിനിക് തീമാണ്. ഓസ്ട്രേലിയക്കാരനാണ് ഡൊമിനിക് തീം. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിലുള്ള 2020 ഐക്യരാഷ്ട്രസഭയുടെ അവാർഡിന് അർഹമായ സംസ്ഥാനമാണ് കേരളം. ജീവിതശൈലി
ജീവിതശൈലി രോഗ നിയന്ത്രണത്തിലുള്ള 2020 ഐക്യരാഷ്ട്രസഭയുടെ അവാർഡിന് അർഹമായ സംസ്ഥാനം കേരളമാണ്. ICC അംഗീകാര പ്രകാരം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 12 ആണ്. ICC അംഗീകാര പ്രകാരം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 12. ഏറ്റവും ഒടുവിൽ ടെസ്റ്റ് പദവി ലഭിച്ച രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനും അയർലൻഡും. 2019 ജൂലൈ ഒക്ടോബർ കാലയളവിൽ ഏത് രാജ്യത്തെയാണ് ICC സസ്പെൻഡ് ചെയ്തിരുന്നത്? സിംബാബ്വെ രാജ്യത്തെയാണ് ICC സസ്പെൻഡ് ചെയ്തത്. 2020 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയാണ് ജസ്വന്ത് സിംഗ്. ഇന്ത്യയിലെ ആദ്യ ബോട്ട് ലൈബ്രറി നിലവിൽ വന്ന നദി ഹൂഗ്ലിയിലാണ്. ഒഴുകുന്ന ബോട്ട് ലൈബ്രറി നിലവിൽ വന്നത് ഹൂഗ്ലി നദി കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. വൈകും മുമ്പേ എന്ന പുസ്തകം രചിച്ചതാര്? ഋഷിരാജ് സിംഗ് ആണ്. ഋഷിരാജ് സിംഗിന്റെ പുസ്തകമാണ് ഏത്? വൈകും മുമ്പേ രചിച്ചതാരാണ്? ഋഷിരാജ് സിംഗ്. 2020 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് വിഭാഗം ജേതാവ് ഈഗ സ്വിയാതെക്കാണ്. നമ്മൾ ഈ ഓപ്പൺ വനിതാ സിംഗിൾസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളിപ്പോൾ തല പുകയ്ക്കേണ്ട. അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് വിഭാഗം ജേതാവ് ആരാണ്? റാഫേൽ നദാലാണ്. 2021 ജനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച സംസ്ഥാനത്തെ 11ാം ശമ്പള കമ്മീഷൻ ചെയർമാനാണ് കെ മോഹൻദാസ്. അപ്പോൾ ആരാണ് കെ മോഹൻദാസ്? 2021 ജനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച സംസ്ഥാനത്തെ 11ാം ശമ്പള കമ്മീഷൻ ചെയർമാനാണ് കെ മോഹൻദാസ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2021 ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ജെൻഡർ ഇക്വാലിറ്റി ഉള്ള രാജ്യമാണ് ഐസ്ലാൻഡ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിയുള്ള രാജ്യവും. ഹാപ്പിനെസ് ഇൻഡെക്സിലും 1ാം സ്ഥാനം ഏതാണ്? ഐസ്ലൻഡിനാണ്. അപ്പം ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ജെൻഡർ ഇക്വാലിറ്റി ഉള്ള രാജ്യം ഏതാണ്? ഐസ്ലൻഡ് ആണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2021 ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പ്രകാരം 156 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് വെറും 140 ആണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2021 ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പ്രകാരം 156 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് 140 ആണ്. അപ്പോൾ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഏറ്റവും പിന്നിലുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ദേശീയപാതകളിൽ ക്രോസിംഗുകൾ ഒഴിവാക്കാനുള്ള പദ്ധതിയാണ് സേതുഭാരതം. എന്താണ് സേതുഭാരതം? ദേശീയപാതകളിലെ ക്രോസിംഗുകൾ ഒഴിവാക്കാനുള്ള പദ്ധതിയാണ് സേതുഭാരതം. ഖാൻജാർ 8 എന്ന പേരിൽ ഇന്ത്യയും ഏത് രാജ്യവുമാണ് 2021 ഏപ്രിലിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്തിയത്? കിർഗിസ്ഥാനാണ്. ഖാൻജാർ 8 എന്ന പേരിൽ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലാണ് നടത്തിയത്. കിർഗിസ്ഥാൻ, ഖാൻജാർ പഠിക്കാൻ എളുപ്പമുണ്ട്. ഖാൻജാർ, കിർഗിസ്ഥാൻ, ഇന്ത്യ. അടുത്തത് 2021 ജനുവരിയിൽ മുംബൈയിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീത വിദഗ്ധനാണ് ഉസ്താദ് ഗുലാം മുസ്തഫ ഖാൻ. അപ്പൊ മറക്കരുത്, ഉസ്താദ് ഗുലാം മുസ്തഫ ഖാൻ ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതം. ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ? ഏത് രാജ്യത്തെയാണ്? പോർച്ചുഗലിലെ. ഗ്ലോബ് സോക്കർ പ്ലെയർ ഓഫ് ദ സെഞ്ചുറി പുരസ്കാരം നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ആരാണ്? പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഗ്ലോബ് സോക്കർ പ്ലെയർ ഓഫ് ദ സെഞ്ചുറി പുരസ്കാരം നേടിയത്. 7ാമത് യോഗാ ദിനത്തിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ യോഗ ഒരു പാഠ്യ വിഷയമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഹരിയാന. അപ്പൊ 7ാമത് യോഗാ ദിനത്തിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ യോഗ ഒരു പാഠ്യ വിഷയമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഹരിയാന. 2021 കണക്ക് പ്രകാരം ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏറ്റവും ഉയർന്ന പ്രതിഫലം നൽകുന്ന സംസ്ഥാനം ഏത്? ഹരിയാനയാണ്. 2021 കണക്ക് പ്രകാരം ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏറ്റവും ഉയർന്ന പ്രതിഫലം നൽകുന്ന സംസ്ഥാനമാണ് ഹരിയാന. 315 രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് 2020-21 നിരക്കിനേക്കാൾ 2021-22 വർഷം ഏറ്റവും കൂടുതൽ വർധനവ് അനുവദിച്ച സംസ്ഥാനമാണ് മേഘാലയ. അതായത് 203 രൂപയായിരുന്നു 2020-21. ഇതിൽ 26 രൂപ വർദ്ധിപ്പിച്ച് 226 രൂപ ആക്കി. 2021-22 നിരക്ക് 2021-22 വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനമാണ് കേരളം. അങ്ങനെയാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേരളത്തിലെ ശമ്പളം എത്ര രൂപയാണ്? 291 രൂപയാണ്. അപ്പൊ ഇപ്പോഴും 291 രൂപ തന്നെയാണ്. ഹരിയാനയിലാണെങ്കിൽ 315 രൂപയാണ്. മേഘാലയയിലാണ് നല്ല രീതിയിൽ വർദ്ധിപ്പിച്ച് 203 രൂപ എന്നുള്ളത് 26 രൂപ വർദ്ധിപ്പിച്ച് 226 ആക്കി. കേരളത്തിൽ ഇപ്പോഴും പഴയത് തന്നെ 291 രൂപയാണ്.
2021 ജനുവരിയിൽ ഏത് സംസ്ഥാനമാണ് MGNREG ആക്ട് പ്രകാരമുള്ള തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 100-ൽ നിന്നും 150 ആയി ഉയർത്തിയത്? ഏതാണ്? ഉത്തരാഖണ്ഡാണ്. 150 ആയിട്ട് ഉയർത്തി. 2021 ജൂണിൽ അന്തരിച്ച ശിവൻ ചലച്ചിത്ര മേഖലയിൽ ഏത് രംഗത്താണ് പ്രശസ്തനായിരുന്നത്? ഛായാഗ്രഹണമാണ്. അപ്പൊ ശിവൻ ഏത് ചലച്ചിത്ര മേഖലയിലാണ്? ഛായാഗ്രാഹകനാണ് ശിവൻ. 2020 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യൻ നൃത്ത ചരിത്രകാരനായ പത്മശ്രീ ജേതാവ് ആര്? സുനിൽ കോത്താരിയാണ്. സുനിൽ കോത്താരി നൃത്തം എന്നാലോചിച്ചാൽ മതി. ഇന്ത്യൻ നൃത്ത ചരിത്രകാരനായ പത്മശ്രീ ജേതാവാണ് സുനിൽ കോത്താരി. ജോർജ് ഫ്ലോയിഡിന്റെ മരണം റിപ്പോർട്ട് ചെയ്തതിലൂടെ ബ്രേക്കിംഗ് ന്യൂസ് വിഭാഗത്തിൽ 2021 ജൂണിൽ പുലിറ്റ്സർ സമ്മാനത്തിന് അർഹമായ പ്രസിദ്ധീകരണമാണ് സ്റ്റാർ ട്രിബ്യൂൺ. ആരാണ് ജോർജ് ഫ്ലോയിഡ്? ജോർജ് ഫ്ലോയിഡ് സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏത്? ഡെറക് ചെവിൻ. അതായത് ജോർജ് ഫ്ലോയിഡ് സംഭവം അമേരിക്കയിലാണ് നടന്നത്. ഏത്? ഈ ജോർജ് ഫ്ലോയിഡ് സംഭവം. ഈ അമേരിക്കൻ നഗരത്തിന്റെ പേര് മിന്നയാപോളിസ് എന്നാണ്. മിന്നയാപോളിസ്. ജോർജ് ഫ്ലോയിഡ് സംഭവം സെൽഫോണിൽ പകർത്തിയ ടീനേജർ ആണ് ഡാർനെല്ല ഫ്രേസിയർ. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ഡെറക് ചോവിൻ. അപ്പൊ സ്റ്റാർ ട്രിബ്യൂൺ ആണ് പുലിറ്റ്സർ സമ്മാനം നേടിയ പ്രസിദ്ധീകരണം. ജോർജ് ഫ്ലോയിഡിന്റെ സംഭവം നടന്നത് അമേരിക്കൻ നഗരമായ മിന്നയാപോളിസിലാണ്. ഇത് സെൽഫോണിൽ പകർത്തിയതാണ് ഡാർനെല്ല ഫ്രേസിയർ. ഡെറക് ചോവിനാണ് അതിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ. അനിർബൻ ലാഹിരിയുമായി ബന്ധപ്പെട്ട കായിക ഇനമേത്? അനിർബൻ ലാഹിരി ഒരു ഗോൾഫ് താരമാണ്. അനിർബൻ ലാഹിരി. 100 മീറ്റർ ഓട്ടത്തിലെ ലോക റെക്കോർഡ് ആരുടെ പേരിലാണ്? ഉസൈൻ ബോൾട്ടിന്റെ പേരിലാണ്. 9.58 സെക്കൻഡ് ആണ്. വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിലെ ലോക റെക്കോർഡ് ആരുടെ പേരിലാണ്? ഫ്ലോറൻസ് ഗ്രിഫ്റ്റ് ജോയ്നറുടെ ആയിരുന്നു. ഇത് പിന്നീട് ഇപ്പോൾ ഒളിമ്പിക്സ് വന്നപ്പോൾ അത് മാറി, എലൈനിന്റെ പേരിലാക്കി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിലെ ലോക റെക്കോർഡ് ആരുടെ പേരിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്ലോറൻസ് ഗ്രിഫ്റ്റ് ജോയ്നറിന്റെ ആണ്. 10.49 സെക്കൻഡ് ആണ്. പക്ഷേ ഇപ്പോൾ നിലവില് ഏത് ഒളിമ്പിക്സിൽ റെക്കോർഡ് നേടിയത്, ഒളിമ്പിക് റെക്കോർഡ് ആരുടെ പേരിലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ എലൈന്റെ പേരിലാണ്. 10.60 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്തത്? പിന്നെ 100 മീറ്റർ ഫിനിഷ് ചെയ്തത്. അപ്പോൾ ലോക റെക്കോർഡ് ആരുടെ പേരിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വനിതകളുടെ കാര്യത്തിൽ ഫ്ലോറൻസ് ഗ്രിഫ്റ്റ് ജോയ്നറുടെ പേരിലാണ്. 100 മീറ്റർ ഓട്ടത്തിലെ ഒളിമ്പിക് റെക്കോർഡ് ആരുടെ പേരിലാണ്? ഉസൈൻ ബോൾട്ടിന്റെ പേരിൽ തന്നെയാണ്. വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിലെ ഒളിമ്പിക് റെക്കോർഡ് ആരുടെ പേരിലാണ്? എലൈൻ തോംസന്റെ പേരിലാണ് ഇതുള്ളത്. 100 മീറ്റർ ഓട്ടത്തിൽ ലോക ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് ആരുടെ പേരിലാണ്? ഉസൈൻ ബോൾട്ടിന്റെ പേരിലാണ്. വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പിലെ റെക്കോർഡ് ആരുടെ പേരിലാണ്? മരിയൻ ജോൺസിന്റെ പേരിലാണ്. ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, എങ്കിലും ഓർമ്മിച്ചിരിക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാന് യാത്രികർക്ക് വൈദ്യശാസ്ത്രപരമായ സഹായം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയാണ് ഗഗൻയാൻ. ഈ ഗഗൻയാൻ യാത്രികർക്ക് വൈദ്യശാസ്ത്രപരമായ സഹായം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗഗൻയാൻ പദ്ധതിക്ക് ആവശ്യമായ ആസ്ട്രോനോട്ട് ട്രെയിനിങ്, ഫ്ലൈ സ്യൂട്ട് തുടങ്ങിയ സഹായങ്ങൾ ലഭ്യമാക്കുന്ന രാജ്യമാണ് റഷ്യ. അപ്പൊ വൈദ്യസഹായം എത്തിക്കുന്നത് ആരാണ്? ഫ്രാൻസ് ആണ്. ബാക്കിയുള്ള ആസ്ട്രോനോട്ട് ട്രെയിനിങ്ങും ഫ്ലൈറ്റ് സ്യൂട്ടും ഒക്കെ കൊടുക്കുന്നത് റഷ്യയാണ്. 2020 ഡിസംബറിൽ അന്തരിച്ച സൂഫിയും സുജാതയും എന്ന സിനിമയുടെ സംവിധായകനാണ് നരണിപ്പുഴ ഷാനവാസ്. അപ്പൊ സൂഫിയും സുജാതയും നമുക്കറിയാം OTT പ്ലാറ്റ്ഫോമിലെ ആദ്യത്തെ മലയാള സിനിമയാണ് ഇത്. പിന്നെ ഇതിന്റെ സംവിധായകനാണ് ഈ ഇടയ്ക്ക് മരിച്ചത്, നരണിപ്പുഴ ഷാനവാസ്. ഏത് സർവകലാശാലയിൽ നിന്നാണ് മലാല യൂസുഫ്സായി 2020 ജൂണിൽ ബിരുദം നേടിയത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. യൂണിവേഴ്സിറ്റി. ഏത് സംസ്ഥാനത്താണ് ധീരുഭായ് അംബാനി ഗ്രീൻ എനർജി കോംപ്ലക്സ് നിർമ്മിക്കുന്നത്? ഗുജറാത്തിലെ ജാംനഗറിലാണ് ധീരുഭായ് അംബാനി ഗ്രീൻ എനർജി കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. PP കിറ്റിന്റെ പൂർണ്ണ രൂപം എന്താണ്? PP കിറ്റ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് കിറ്റാണ്. കോവിഡുമായി ബന്ധപ്പെട്ട RT-PCR പൂർണ്ണരൂപം? RT-PCR എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ്
ചെയിൻ റിയാക്ഷൻ. 2020 നവംബർ 1 മുതൽ കേരള സെക്രട്ടേറിയറ്റിന്റെ സംരക്ഷണം ഏത് സേനയ്ക്കാണ്? സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനാണ്. സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനാണ് 2020 നവംബർ 1 മുതൽ കേരള സെക്രട്ടേറിയറ്റിന്റെ സംരക്ഷണം. ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന പെലെയുടെ റെക്കോർഡ് മറികടക്കുന്നത് ആരായിരിക്കും? ലയണൽ മെസ്സിയാണ്. ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന പെലെയുടെ റെക്കോർഡ് മറികടന്നത് ആരാണ്? ലയണൽ മെസ്സിയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? മുബാറക് പാഷയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആണ് മുബാറക് പാഷ. ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സഞ്ജീവനി വഴി സഹായം നൽകുന്നത്? മാലിദ്വീപിനാണ്. ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സഞ്ജീവനി വഴി സഹായം നൽകിയത്? മാലിദ്വീപിന്. ഏത് രാജ്യമാണ് ഇന്ത്യക്ക് റഫേൽ വിമാനം നൽകിയത്? ഫ്രാൻസ് ആണ്. ഏത് രാജ്യമാണ് ഇന്ത്യക്ക് റഫേൽ വിമാനം നൽകിയത്? ഫ്രാൻസ് ആണ്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്ന തീയതി 2019 ഒക്ടോബർ 31-നാണ്. 2019 ഒക്ടോബർ 31-ന്. സ്ത്രീകളുടെ ചിത്രവും ട്രാഫിക് സിഗ്നലുകളിൽ പ്രതീകമായി ഉപയോഗിക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മുംബൈ നഗരത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ ചിത്രവും ട്രാഫിക് സിഗ്നലുകളിൽ പ്രതീകമായി ഉപയോഗിക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യ 12 സ്ഥാനവും നിലനിർത്തിയ സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എടുത്തപ്പോൾ ആദ്യത്തെ 12 സ്ഥാനവും കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കായിരുന്നു. 2021 ജൂണിൽ ലോകബാങ്കിന്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായി നിയമിതനായ ഇന്ത്യക്കാരനാണ് രഞ്ജിത്ത് റിസാലെ. ആരാണ്? രഞ്ജിത്ത് റിസാലെയാണ് ലോകബാങ്കിന്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായി നിയമിതനായ ഇന്ത്യക്കാരൻ രഞ്ജിത്ത് റിസാലെ. കടലിനടിയിലൂടെ ഉള്ള രാജ്യത്തെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതിയിലൂടെ ബന്ധിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് ആൻഡമാൻ. കടലിനടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതിയിലൂടെ ബന്ധിക്കപ്പെട്ട പ്രദേശമാണ് ഏത്? ആൻഡമാൻ. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആര്? ഡോക്ടർ സജി ഗോപിനാഥ് ആണ്. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സജി ഗോപിനാഥ്. ഓക്കെ, അപ്പൊ മുബാറക് പാഷയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടേത്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സജി ഗോപിനാഥ്. അടുത്തത് കേരള ബാങ്ക് നിലവിൽ വന്നതെന്ന്? 2019 നവംബർ 29-നാണ്. 2019 നവംബർ 29-ന്. രാജ്യത്തെ ആത്മഹത്യ കുറയ്ക്കുന്നതിന് പ്രത്യേക മന്ത്രിയെ നിയമിച്ച ആദ്യ രാഷ്ട്രമാണ് യുണൈറ്റഡ് കിങ്ഡം അഥവാ നമ്മുടെ ബ്രിട്ടൻ എന്ത് ചെയ്തു? രാജ്യത്തെ ആത്മഹത്യ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക മന്ത്രിയെ നിയമിച്ചു. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എൽസ. എൽസ സ്റ്റാൻഡ്സ് ഫോർ എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. അതാണ് എൽസ. കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് എൽസ. എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. കേരള ബാങ്ക് നിലവിൽ വന്ന സമയത്ത് അതിൽ ലയിക്കാത്ത ഏക ജില്ലാ സഹകരണ ബാങ്കാണ് മലപ്പുറം. ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനാണ് നാസ ഓപ്പർച്യൂണിറ്റി പേടകം അയച്ചത്? ഏതാണ്? ചൊവ്വയാണ് ഓപ്പർച്യൂണിറ്റി പേടകം. സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ആശ്രാമം കണ്ടൽക്കാട് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ആശ്രാമം കണ്ടൽക്കാട് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ലൂയി ഹാമിൽട്ടൺ ആണ്. 2020 ലോറസ് പുരസ്കാരവും ലൂയി ഹാമിൽട്ടന് കിട്ടി. 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയും തിരഞ്ഞെടുത്തത് ലൂയി ഹാമിൽട്ടനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് സ്ഥാപിതമായ ജില്ല ആലപ്പുഴയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് സ്ഥാപിതമായ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കേരളം. പൊതുവിദ്യാഭ്യാസം പൂർണ്ണമായും ഡിജിറ്റലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. പൊതുവിദ്യാഭ്യാസം പൂർണ്ണമായും ഡിജിറ്റലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്
കേരളം. മുംബൈ ആസ്ഥാനമായ ഹാർമണി ഫൗണ്ടേഷന്റെ 2020 മദർ തെരേസ അവാർഡിന് അർഹയായത് KK ശൈലജ ടീച്ചറാണ്. 2005 ഡോക്ടർ എബ്രഹാം മത്തായി ആണ് ഹാർമണി ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. ഇതിന്റെ മദർ തെരേസ അവാർഡിന് 2020 അർഹയായത് KK ശൈലജ ടീച്ചറാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി നിയമസഭാ ചാനൽ ആരംഭിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി നിയമസഭാ ചാനൽ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി നിലവിൽ വന്ന സ്ഥലം മംഗളൂരു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി നിലവിൽ വന്ന സ്ഥലം മംഗളൂരു. എവിടെയാണ്? മംഗളൂരു. അടുത്ത ചോദ്യം, പത്മഭൂഷൺ നേടിയ ശ്രീ എമ്മിന്റെ യഥാർത്ഥ പേര് മുംതാസ് അലി എന്നാണ്. പത്മഭൂഷൺ നേടിയ ശ്രീ എമ്മിന്റെ യഥാർത്ഥ പേര് മുംതാസ് അലി എന്നാണ്. 2020-21 കാലയളവിലേക്ക് ഫിക്കി എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ആൻഡ് കൊമേഴ്സ് ആണ്. ഇതിന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ഉദയ് ശങ്കർ ആണ്. എന്താണ്? കൊമേഴ്സ് ഒക്കെ ആവുമ്പോൾ പുതുതായിട്ട് ഒരാൾ ഉദിച്ചു വരികയാണ്, അങ്ങനെ ആലോചിക്കുക. ഉദയ് ശങ്കർ. ഫിക്കിയുടെ ചെയർമാൻ ആരാണ്? ഉദയ് ശങ്കർ ആണ്. ഒരു വിർജീനിയൻ വെയിൽക്കാലം ആരുടെ രചനയാണ്? ഒരു വിർജീനിയൻ വെയിൽക്കാലം ആരുടേതാണ്? ഏഴാച്ചേരി രാമചന്ദ്രന്റേതാണ്. ആരുടെ സ്മൃതി സ്ഥാനമാണ് ചന്ദ്രകളഭം? ചന്ദ്രകളഭം ആരുടെ സ്മൃതി സ്ഥാനമാണ്? ചന്ദ്രകളഭം വയലാർ രാമവർമ്മയുടേതാണ്. കാമോവ് ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ്. കാമോവ് എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മിക്കുക, ദസ്ത്യോവ് എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് രാജ്യക്കാരനായിരിക്കും? റഷ്യ ആയിരിക്കും അല്ലെ. അപ്പൊ കാമോവ് ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നതിന് ഇന്ത്യയെ സഹായിക്കുന്നത് ആരാണ്? റഷ്യയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവനാണ് ബിപിൻ റാവത്ത്. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവനാണ് റാവത്ത്. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടത്തുന്നത്? 8ാമത്തെ. ഇന്ത്യ ചരിത്രത്തിലെ 16ാമത്തെ. ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് 16ാമത്തെ ആണ്. ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടത്തുന്നതെന്ന് ചോദിച്ചാൽ 8ാമത്തെയാണ്. പൂർണ്ണമായും ഡിജിറ്റൽ ആയിട്ടാണ്, ആപ്പ് ഉപയോഗിച്ചിട്ടാണ് സെൻസസ് നടത്തുന്നത്. 2020 പത്മവിഭൂഷൺ ജേതാവും മുൻ മൗറീഷ്യസ് പ്രധാനമന്ത്രിയുമായ ഏത് വ്യക്തിയാണ് അന്തരിച്ചത്? അനിരുദ്ധ് ജഗനൌത്ത്. അനിരുദ്ധ് ജഗനൌത്ത് ആരാണ്? മൗറീഷ്യസ് പ്രധാനമന്ത്രിയായിരുന്നു. പത്മവിഭൂഷൺ 2020 ലഭിച്ചതാണ് അനിരുദ്ധ് ജഗനൌത്തിന്. 2021 പ്രവാസി ഭാരതീയ സമ്മാനത്തിന് അർഹയായ ന്യൂസിലൻഡ് മന്ത്രിയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ. അപ്പൊ ന്യൂസിലൻഡ് മന്ത്രിയാണ്, നമ്മുടെ ഇന്ത്യൻ വംശജയാണ്. പ്രവാസി ഭാരതീയ സമ്മാനത്തിന് അർഹയായ ന്യൂസിലൻഡ് മന്ത്രി ആരാണ്? പ്രിയങ്ക രാധാകൃഷ്ണനാണ്. എത്ര പേർക്കാണ് 2021 പ്രവാസി ഭാരതീയ സമ്മാനം പ്രഖ്യാപിച്ചത്? 30 പേർക്കാണ്. പ്രവാസി ഭാരതീയ സമ്മാനം എത്ര പേർക്കാണ്? 30 പേർക്കാണ്. KSRTC എന്ന ബ്രാൻഡ് നെയിം ഏത് സംസ്ഥാനത്തിനാണ് നിയമ നടപടികൾക്കൊടുവിൽ അനുവദിക്കപ്പെട്ടത്? KSRTC എന്ന് പറയുമ്പോൾ KSRTC കേരളത്തിനും എടുക്കാം, കർണാടകയ്ക്കും എടുക്കാം. അപ്പൊ കേരളത്തിന് തന്നെ കിട്ടി KSRTC. അടുത്തത് 74ാമത് ക്യാൻ ഫെസ്റ്റിവലില്, അതായത് 2021 ജൂലൈ, ജൂറി ചെയർമാനായ അമേരിക്കൻ സംവിധായകൻ ആരാണ്? സ്പൈക്ക് ലീ ആയിരുന്നു. 74ാമത് ക്യാൻ ഫെസ്റ്റിവലില് ജൂറി ചെയർമാനായ അമേരിക്കൻ സംവിധായകൻ സ്പൈക്ക് ലീ ആണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്ലാറ്റിനം ജൂബിലി പ്രമാണിച്ച് കേരളത്തിൽ എവിടെയാണ് സാഹിത്യ മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? കോട്ടയത്താണ്. കോട്ടയത്താണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്ലാറ്റിനം ജൂബിലി പ്രമാണിച്ച് സാഹിത്യ മ്യൂസിയം സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചത്. കേരള സാംസ്കാരിക മ്യൂസിയം എവിടെ ആയിരിക്കും തീരുമാനിക്കുന്നത്? പാലക്കാടാണ് തീരുമാനിച്ചത്. കേരള സാംസ്കാരിക മ്യൂസിയം. അപ്പോൾ സാഹിത്യ മ്യൂസിയം കോട്ടയം, സാംസ്കാരിക മ്യൂസിയം പാലക്കാട്. മാവോയിസ്റ്റുകളെ കണ്ടെത്താൻ 2019 ജനുവരിയിൽ കേരള പോലീസ് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ആനാക്കോണ്ട. അപ്പൊ മാവോയിസ്റ്റുകൾ ചില്ലറക്കാരൊന്നും അല്ല, ആനാക്കോണ്ടകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ആനാക്കോണ്ട ആണ് അവരുടെ ദൗത്യത്തിന്റെ പേര്. കേരളത്തിൽ കുടിവെള്ള ടാങ്കറുകൾക്ക് ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ച നിറമാണ് നീല നിറം. കേരളത്തിൽ കുടിവെള്ള ടാങ്കറുകൾക്ക് ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ച നിറമാണ് നീല നിറം. കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ്. ട്രാൻസ് വുമണിന് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ 2021 ജൂണിൽ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ട്രാൻസ്ജെൻഡറുകളിൽ തന്നെ ട്രാൻസ് വുമൺ ഉണ്ട്. ഇവർക്ക് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ 2021 ജൂണിൽ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്.
2023 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യമാണ് ചൈന. 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ചൈന. 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് പാകിസ്ഥാനാണ്. 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് പാകിസ്ഥാൻ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ശ്രീലങ്കയാണ്. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരിന്റെ യഥാർത്ഥ പേര് പഠിച്ചു വെക്കുക. PU അനിൽകുമാറാണ്. നമ്മൾ നേരത്തെ ഒരു സച്ചിയുടെ ക്വസ്റ്റ്യൻ പഠിച്ചതാണ്. അപ്പൊ അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അനിൽ പനച്ചൂരാന്റെ യഥാർത്ഥ പേര് 1969 കായംകുളത്താണ് ഇദ്ദേഹം ജനിച്ചത്. PU അനിൽകുമാറാണ്. PU അനിൽകുമാറാണ് അനിൽ പനച്ചൂരാൻ. അനിൽ പനച്ചൂരാൻ ഒടുവിൽ ഗാനരചന നടത്തിയ ചിത്രം വിത്തിൻ സെക്കൻഡ്സ് ആണ്. വിത്തിൻ സെക്കൻഡ്സ് ആണ് അനിൽ പനച്ചൂരിന്റെ ഒടുവിൽ ഗാനരചന നടത്തിയ ചിത്രം. PU അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. PU അനിൽകുമാർ. 2 കുട്ടികളിൽ കൂടുതലുള്ളവർ സർക്കാർ ജോലിക്ക് അർഹരല്ല എന്ന വ്യവസ്ഥ ഏർപ്പെടുത്താൻ 2019 ഒക്ടോബറിൽ തീരുമാനിച്ച സംസ്ഥാനമാണ് അസം. നല്ല പണി വരുന്നത് തന്നെ അല്ലേ. 2 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് സർക്കാർ ജോലിക്ക് അർഹരല്ല എന്ന വ്യവസ്ഥ ഏർപ്പെടുത്താൻ 2019 ഒക്ടോബറിൽ തീരുമാനിച്ച സംസ്ഥാനമാണ് അസം. മരട് ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള വിധി 2019 മെയ് 8 പുറപ്പെടുവിച്ച സുപ്രീം കോടതി ന്യായാധിപന്മാരാണ് അരുൺ മിശ്രയും നവീൻ സിൻഹയും. മരട് ഫ്ളാറ്റ് വിധി വന്നത് 2019 മെയ് 8 ഇത് പുറപ്പെടുവിച്ച സുപ്രീം കോടതി ന്യായാധിപരാണ് അരുൺ മിശ്രയും നവീൻ സിൻഹയും. പട്ടികവർഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റാണ് രാധിക മാധവൻ. പട്ടികവർഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആര്? രാധിക മാധവൻ. ഏത് ഗ്രാമപഞ്ചായത്തിലാണ് രാധിക മാധവൻ പ്രസിഡന്റ് ആയത്? മലമ്പുഴയാണ്. മലമ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ഡിസംബറിൽ വേൾഡ് അക്കാഡമി ഓഫ് സയൻസിലെ യുവ സാഹിത്യ പുരസ്കാര ജേതാവായ മലയാളി ആരാണ്? വേൾഡ് അക്കാഡമി ഓഫ് സയൻസിലെ യുവ സാഹിത്യ പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ അജിത് പരമേശ്വരനാണ്. ബംഗളൂരുവിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് കീഴിലുള്ള ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ സയൻസിലെ ഫിസിസ്റ്റ് ആണ് ഇദ്ദേഹം. ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. ആരാണ്? വേൾഡ് അക്കാഡമി ഓഫ് സയൻസിലെ യുവ സാഹിത്യ പുരസ്കാര ജേതാവാണ് മലയാളി ഡോക്ടർ അജിത് പരമേശ്വരൻ. SI റാങ്ക് നൽകി കേരള പോലീസ് ആസ്ഥാനത്ത് സ്ഥാപിച്ച റോബോട്ടാണ് KP ബോട്ട്. SI റാങ്ക് നൽകി കേരള പോലീസ് ആസ്ഥാനത്ത് സ്ഥാപിച്ച റോബോട്ടാണ് KP ബോട്ട്. 2021 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരമാണ് പൂജ റാണി. 2021 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരമാണ് പൂജ റാണി. 74ാമത് കാൻ ഫെസ്റ്റിവലിൽ പാം ഡിയോർ പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ടിറ്റാൻ. 74ാമത് കാൻ ഫെസ്റ്റിവലിൽ പാം ഡിയോർ പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ടിറ്റാൻ. സംവിധാനം ജൂലിയ ഡുക്കാർണോയാണ്. ട്രാൻസ്ജെൻഡർ പേഴ്സൺ അഥവാ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ആക്ട് 2019 നിലവിൽ വന്ന തീയതി 2020 ജനുവരി 10. ജനുവരി 10ന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ചിരിദിനമാണ് അല്ലേ. അപ്പൊ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട് നിലവിൽ വന്നത് ചിരിദിനത്തിന്റെ അന്നാണ്. ഇത് ആക്ട് 2019 വന്നത്. നിലവിൽ വന്നത് 2020 ജനുവരി 10. അടുത്തത് 74ാമത് കാൻ ഫെസ്റ്റിവലില് ഓണററി പാം ഡിയോർ പുരസ്കാരം ലഭിച്ചത് ജൂഡി ഫോസ്റ്ററിനും മാർക്കോ ബെല്ലിച്ചിയോയ്ക്കുമാണ്. മാർക്കോ തുഞ്ചത്ത് എഴുത്തച്ഛൻ, വൈക്കം മുഹമ്മദ് ബഷീർ, OV വിജയൻ, MT വാസുദേവൻ നായർ തുടങ്ങിയവരുടെ തട്ടകങ്ങളെ ബന്ധിപ്പിക്കുന്നതോടൊപ്പം നീളാതീരത്തെ സാംസ്കാരിക പൈതൃകവും കോർത്തിണക്കുന്ന പദ്ധതിയാണ് മലബാർ ലിറ്റററി സർക്യൂട്ട്. ഇപ്പൊ എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, താഴെ തന്നിരിക്കുന്ന ആരെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് മലബാർ ലിറ്റററി സർക്യൂട്ട്? ആരൊക്കെയാണ്? തുഞ്ചത്ത് എഴുത്തച്ഛനുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, OV വിജയനുണ്ട്, MT വാസുദേവൻ നായരുണ്ട്. ഇവരുടെ തത്വങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് മലബാർ ലിറ്റററി സർക്യൂട്ട്. തമിഴ്നാടിന്റെ ആസൂത്രണ സമിതിയിൽ ഉൾപ്പെടുത്തപ്പെട്ട ട്രാൻസ്ജെൻഡർ ആരാണ്? നർത്തകി നടരാജനാണ്. തമിഴ്നാടിന്റെ ആസൂത്രണ സമിതിയിൽ ഉൾപ്പെടുത്തപ്പെട്ട ട്രാൻസ്ജെൻഡർ ആണ് നർത്തകി നടരാജ്. അരങ്ങേറ്റ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടി റെക്കോർഡ് സ്ഥാപിച്ചത് ഡെവൺ കോൺവേ ആണ്. 223 റൺസ് ആണ് ഡെവൺ കോൺവേക്ക് കിട്ടിയത്. ദക്ഷിണാഫ്രിക്കയിലാണ് ഡെവൺ കോൺവേ ജനിച്ചതെങ്കിലും ന്യൂസിലൻഡിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പൊ 223 റൺസ് അദ്ദേഹം നേടി. 2020 സെപ്റ്റംബറിൽ അന്തരിച്ച കാസർഗോഡ് ജില്ലയിലെ എഡ്നീർ മഠാധിപതിയാണ് കേശവാനന്ദ ഭാരതി.
കേശവാനന്ദ ഭാരതി. ഗെയിം ചേഞ്ചർ എന്ന പുസ്തകം രചിച്ചത് ഷഹീദ് അഫ്രീദിയാണ്. ഷഹീദ് അഫ്രീദിയുടെ പുസ്തകമാണ് ഗെയിം ചേഞ്ചർ. 2021 ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് പിന്മാറിയ പ്രശസ്ത താരമാണ് നവോമി ഒസാക്ക. 2021 ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് പിന്മാറിയ പ്രശസ്ത താരമാരാണ് നവോമി ഒസാക്കയാണ്. 2021 ജൂണിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റുകളിൽ പെൺകുട്ടികൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ബീഹാർ. 2021 ജൂണിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റുകളിൽ പെൺകുട്ടികൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ബീഹാർ. PPP രീതിയിൽ റീഡെവലപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഗാന്ധിനഗർ, ഗുജറാത്തിലാണ്. PPP രീതിയിൽ റീഡെവലപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിനഗർ. 2019 ജ്ഞാനപീഠത്തിന് അർഹനായത് ആരാണ്? അക്കിത്തമാണ്. എത്രാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അക്കിത്തത്തിന് ലഭിച്ചത്? 55ാമത് ജ്ഞാനപീഠമാണ് ലഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾക്ക് അക്കിത്തത്തിനെ അർഹനാക്കിയ രചനയാണ് ബലിദർശനം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച അക്കിത്തത്തിന് കിട്ടിയത് ഏതാണ്? ബലിദർശനം എന്ന രചനയ്ക്കാണ്. 2018 ജ്ഞാനപീഠ ജേതാവായ അമിതാവ് ഘോഷ് ഏത് ഭാഷയിലാണ് രചിച്ചത്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഈ അമിതാവ് ഘോഷ് ഇംഗ്ലീഷ് ഭാഷയിൽ എന്ന് പറയുമ്പോൾ ജ്ഞാനപീഠത്തിന് അർഹനായ ആദ്യത്തെ ഇംഗ്ലീഷ് ഭാഷയിലെ എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. ഇങ്ങനെ ജ്ഞാനപീഠം ലഭിക്കുന്ന സമ്മാന തുക 11 ലക്ഷമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്ത്? CIC ഭവൻ എന്നാണ്. എന്താണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആസ്ഥാന മന്ദിരത്തിന്റെ പേര്? CIC ഭവൻ എന്നാണ്. 2020 പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. 2020 ന്യൂഡൽഹി. 2019 പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ വേദിയായത് വാരണാസിയാണ്. 2018 ഇത് സിംഗപ്പൂരാണ്. 2019 ഭാരതരത്ന ബഹുമതിക്ക് മരണാനന്തര അർഹനായ നാനാജി ദേശ്മുഖ് ജനിച്ച സ്ഥലം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയാണ്. മുമ്പ് ഹൈദരാബാദ് നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇത്. നാനാജി ദേശ്മുഖ് ജനിച്ച സ്ഥലമാണ് മഹാരാഷ്ട്രയില്. ഓക്കെ, 2019 ഇദ്ദേഹത്തിന് മരണാനന്തര ഭാരതരത്ന ബഹുമതി ലഭിച്ചത്. നാനാജി ദേശ്മുഖിന്റെ യഥാർത്ഥ പേര് ചണ്ഡികദാസ് അമൃതറാവു ദേശ്മുഖ് എന്നാണ്. ചണ്ഡികദാസ് അമൃതറാവു ദേശ്മുഖ്. 2019 ഭാരതരത്നയ്ക്ക് അർഹനായ മുൻ രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജി. 2019 ഭാരതരത്ന ബഹുമതിക്ക് മരണാന്തര അർഹനായ അസമീസ് എഴുത്തുകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരനാണ് ഭൂപൻ ഹസാരിക. സുധാകാന്ത എന്നറിയപ്പെടുന്ന ഭാരതരത്ന ജേതാവാണ് ഹസാരിക. ഭൂപൻ ഹസാരികയെ സുധാകാന്ത എന്നാണ് അറിയപ്പെട്ടത്. മധ്യപ്രദേശിലെ ഏത് നഗരമാണ് 2021 ഫെബ്രുവരിയിൽ നർമ്മദാപുരം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? നർമ്മദാപുരം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഹോഷങ്കാബാദ് ആണ്. മധ്യപ്രദേശിലെ നഗരമാണ്. ഹോഷങ്കാബാദ് ഇപ്പോൾ അറിയപ്പെടുന്നത് നർമ്മദാപുരം എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് ചിനാബ് നദിയിലാണ്. 2021 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെഷീൻ ടൂൾ പാർക്ക് സ്ഥാപിച്ച സംസ്ഥാനമാണ് കർണാടക. 2021 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെഷീൻ ടൂൾ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? കർണാടകയിലാണ്. പാടലിപുത്ര കി സരംഗി എന്ന കൃതിയിലൂടെ 2020 വ്യാസ സമ്മാനത്തിന് അർഹനായത് പ്രൊഫസർ ശരത് പഗാരയാണ്. അപ്പൊ 2020 വ്യാസ സമ്മാനം നേടിയത് പാടലിപുത്ര കി സാരംഗി എന്ന കൃതിക്ക് പ്രൊഫസർ ശരത് പഗാരയ്ക്കാണ്. 2019 വ്യാസ സമ്മാനം നേടിയത് നസീറ ശർമ്മയാണ്. 2018 കിട്ടിയത് ലീലാധർ ജഗൂഡിക്കാണ്. 2020 കിട്ടിയത് ആർക്കാണ്? പ്രൊഫസർ ശരത് പഗാരയ്ക്കാണ്. 2021 മാർച്ചിൽ അന്തരിച്ച കാസറ്റ് ടേപ്പ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ലവ് ഒട്ടൻസ്. അപ്പൊ ലവ് ഒട്ടൻസ് ആണ് കാസറ്റ് ടേപ്പ് കണ്ടുപിടിച്ചത്. ലവ് ഒട്ടൻസ്. 2020 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് എക്സ്പ്രസ് കാർഗോ ടെർമിനൽ ആരംഭിച്ച വിമാനത്താവളം ഏതാണ്? ബംഗളൂരുവിലെ കെമ്പഗൌഡ വിമാനത്താവളം. ഡെഡിക്കേറ്റഡ് എക്സ്പ്രസ് കാർഗോ ടെർമിനൽ ആരംഭിച്ച വിമാനത്താവളമാണ് ബംഗളൂരുവിലെ കെമ്പഗൌഡ വിമാനത്താവളം. അടുത്ത ചോദ്യം, 2021 ഫെബ്രുവരിയിൽ
ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ്. ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. ഇക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ്. ഇക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റിന്റെ 2020 ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 53 ഡെമോക്രസി ഇൻഡെക്സിൽ ആദ്യ സ്ഥാനം ഏതാണ്? എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റിന്റെ 2020 ഡെമോക്രസി ഇൻഡെക്സിലെ ആദ്യ സ്ഥാനം നോർവേക്കാണ്. നോർവേ. ഐസ്ലാൻഡ്, സ്വീഡൻ, ന്യൂസിലൻഡ്, കാനഡയ്ക്കൊക്കെയാണ് അടുത്ത സ്ഥാനം. 2020 ഗ്ലോബൽ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഡെൻമാർക്കും ന്യൂസിലൻഡുമാണ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഡെമോക്രസി ഇൻഡെക്സിലാണ്. ഇതിൽ 53-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇനി ഏതാണ്? കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള ഡെൻമാർക്കും ന്യൂസിലൻഡുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 40. 2021 ജനുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ആർച്ച് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? റോഡ് ആർച്ച് ബ്രിഡ്ജാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മേഘാലയയിലാണ്. മേഘാലയയില്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക്നോളജി ഹബ്ബായി 2021 ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക്നോളജി ഹബ്ബായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ബംഗളൂരുവിനെയാണ്. 2021 ജനുവരിയിൽ ജോധ്പൂരിൽ നടന്ന ഡെസേർട്ട് നൈറ്റ് എന്ന അഭ്യാസ പ്രകടനത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കൊപ്പം പങ്കെടുത്തത് ഏത് രാജ്യത്തിന്റെ വ്യോമസേനയാണ്? ഫ്രാൻസിന്റെയാണ്. ഫ്രാൻസിലെ ഡെസേർട്ട് നൈറ്റിൽ ആരൊക്കെയായിരുന്നു? ഫ്രാൻസും ഏതും ഡെസേർട്ട് നൈറ്റിൽ ഫ്രാൻസും പിന്നെ ഇന്ത്യയും കൂടിയായിരുന്നു. 2021 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിശ്വജിത് ചാറ്റർജി ആണ്. ഓക്കെ, അപ്പോൾ 2021 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിശ്വജിത്ത് ചാറ്റർജി. ഹൗറ കൽക്ക മെയിലിന്റെ പുതിയ പേര് നേതാജി എക്സ്പ്രസ് എന്നാണ്. ഹൗറ കൽക്ക മെയിലിന്റെ പുതിയ പേര് ഏതാണ്? നേതാജി എക്സ്പ്രസ് ആണ്. വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സിൽ 2021 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 43. ഏത് രാജ്യമാണ് വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2021 1-ാം സ്ഥാനത്തുള്ളത്? സ്വിറ്റ്സർലൻഡ് ആണ്. ഏത് രാജ്യമാണ് വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2021 1-ാം സ്ഥാനത്തുള്ളത്? ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. മഹാരാഷ്ട്രയിലെ ഗോരേവാഡ മൃഗശാല ഏത് നേതാവിന്റെ സ്മരണാർത്ഥമാണ് 2021 പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ബാൽ താക്കറെയുടേതാണ്. മഹാരാഷ്ട്രയിലെ ഗോരേവാഡ മൃഗശാല ഏത് നേതാവിന്റെ സ്മരണാർത്ഥമാണ് 2021 പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ബാൽ താക്കറെയുടേത്. എംപവേർഡ് പാനൽ ഫോർ COVID-19 വാക്സിന്റെ തലവനായി 2021 ജനുവരിയിൽ നിയമിതനായ ട്രായ് മുൻദേവ് കഴിഞ്ഞിട്ട് 3000-ലധികം ക്വസ്റ്റ്യൻകൾ, ഏകദേശം 3200 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.